ഹലോ കൂട്ടുകാരെ, നമുക്കിന്നേരെ നമ്മുടെ ചേമ്പിന്താളില്ലേ, ഈ ചേമ്പിന്താൾ ഉപയോഗിച്ച് നമുക്കൊരു പച്ചടി വെച്ചാലോ. ചെറിയ ചേമ്പിന്താൾ വേറെ എനിക്കറിഞ്ഞതിനെക്കുറിച്ച് അറിയില്ല. ചില ചേമ്പിന്താൾ ചൊറിയും എന്നാട്ടോ പറയണത്. അപ്പം അത് നോക്കിയിട്ട് വേണം എടുക്കാൻ. ചൊറിയാത്ത ചേമ്പിന്താൾ നോക്കിയെടുത്ത് അത് നമുക്ക് നന്നായിട്ട് അരിഞ്ഞ് ഞാൻ ഇച്ചിരി ഉപ്പും ചൂടുവെള്ളത്തിലും ഇട്ട് വെക്കുന്നുണ്ട് അതിൻ്റെ ചൊറിച്ചിലൊന്ന് മാറാൻ കേട്ടോ. ഇത് ഞാനത് നന്നായിട്ട് അരിഞ്ഞിട്ട് ചെറിയ ചൂടുവെള്ളത്തിൽ ഉപ്പും ഇട്ട് ഇതൊന്ന് ഇച്ചിരി നേരം വെക്കുവാണേ. അതിന് ശേഷം നമുക്കൊരു ചീനിച്ചട്ടി അടുപ്പത്തിട്ട് വെക്കാം. ഒരു ശകലം എണ്ണ ഒഴിച്ചു കൊടുക്കാം. ശകലം കടുകും ഇട്ട് കൊടുത്ത് ഉലുവായും ഇട്ട് കൊടുത്ത് അതൊന്ന് പൊട്ടിച്ചെടുക്കാം കേട്ടോ. 2 ഉണക്കമുളകും ഇട്ടിട്ടുണ്ടേ. അതൊന്ന് പൊട്ടി വരുമ്പോഴേക്കും നമ്മളിത് കഴുകി വാരി ഇത് നമ്മൾ അതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കണം ചീനിച്ചട്ടിയിൽ. അത് നന്നായിട്ടൊന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് അരപ്പന്നിട്ട് റെഡിയാക്കി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതൊരു പച്ചടിയാണേ, ചേമ്പിൻ്റെ തണ്ട് കൊണ്ടുള്ള പച്ചടി. ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കുവാണേ, ഒന്ന് വെന്ത് വരട്ടെ. അപ്പോഴേക്കും നമുക്കൊരു അരപ്പ് റെഡിയാക്കാം. അതിനകത്ത് ഇച്ചിരി കടുകും ഒരു പച്ചമുളകും കുറച്ച് തേങ്ങായും തൈരും ഒഴിച്ചാട്ടോ അരയ്ക്കണേ. തൈര് ഒഴിച്ചിട്ടാണ് ഞാൻ അരച്ച, വെള്ളമല്ല തൈര്. അതൊഴിച്ച് അരച്ചിട്ടുണ്ടേ. അതിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം, ഈ അരപ്പ് നമുക്ക് ഇതിലോട്ട് വെന്ത് കഴിയുമ്പോൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. അത് ഒരുമാതിരി വെന്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ അരച്ച അരപ്പ് ചേർത്ത് കൊടുക്കുവാണേ. അതൊന്ന് കഴുകി എല്ലാം സെറ്റാക്കി അതിലോട്ടൊന്ന് ഒഴിച്ച് റെഡിയാക്കി വന്നിട്ടുണ്ടേ. നോക്കി നമ്മുടെ അരപ്പ് ചേർത്ത് കഴിഞ്ഞപ്പോൾ നല്ല പച്ചടിയാട്ടോ ഇത്. പിന്നെ ഒരു കാര്യം, നിങ്ങൾ ചൊറിയാത്ത ചേമ്പന്താൾ നോക്കി എടുത്തോണം. അത് നിങ്ങളുടെ അവിടെയുള്ള ഏത് ആണ് നിങ്ങൾക്കറിയാലോ, അത് നോക്കി നിങ്ങൾ ചെയ്തോണം കേട്ടോ. അതിനുശേഷം എന്ത് ചെയ്യും, നമ്മളത് കറി നല്ലതായിട്ട് ആക്കിയിട്ടുണ്ട്. തൈര് ഒഴിച്ച് റെഡിയാക്കിയിട്ടുണ്ടേ. നമ്മുടെ കറി നോക്കി എന്ത് ടേസ്റ്റി കറിയാണ് എന്ത് ചെയ്ത്. നമ്മൾ മറ്റുള്ള ഒക്കെ വെച്ചില്ല, ബീട്രൂട്ട് പച്ചടി അങ്ങനെയുള്ള പച്ചടികളൊക്കെ നമ്മൾ ഇതൊന്ന് വെച്ച് നോക്കണേ. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. ബൈ ബൈ.